ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത് ആത്മഹത്യാ സ്ക്വാഡുകളെ തന്നെ ബസ്സിന് മുന്നിലേക്ക് ഇറക്കി വിടുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിച്ചത് എന്നുള്ളതാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് തന്നെ തിരുവനന്തപുരത്ത് ഇതിന് നേതൃത്വം നൽകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി മൃതപ്രായ അവസ്ഥയിലാണ് ഉള്ളത്. കേരളത്തിൽ വി.ഡി. സതീശനും കെ. സുധാകരനും കോൺഗ്രസിന് ചരമഗീതം പാടുകയാണ്. ഇന്ന് കോൺഗ്രസ് എന്ന പാർട്ടി കേരളത്തിലില്ല. 2 SS പാർട്ടി മാത്രമേ ഉള്ളൂ, സതീശന്റെയും സുധാകരന്റെയും പാർട്ടി. കോൺഗ്രസിന്റെ അവസാനത്തെ 2 S മാത്രമേ ശേഷിക്കുന്നുള്ളൂ, സതീശന്റെയും സുധാകരന്റെയും പാർട്ടി. നമുക്ക് ചോദിക്കാം, ഈ നവകേരള സദസ്സ് ഒരു രാഷ്ട്രീയം ഉയർത്തുന്നുണ്ട്. എന്താണ് ആ രാഷ്ട്രീയം? അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ളതാണ്. ഞാൻ ലൈഫിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ കഴിഞ്ഞ 1.5 വർഷക്കാലം കേരളം ഈ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നമുക്കിത് സാധ്യമായത്? ഞാൻ മലയോര ഹൈവേ കുറിച്ചും തീരദേശ ഹൈവേ കുറിച്ചും സ്കൂളുകൾ മാറിയതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. എങ്ങനെയാണ് നമുക്കിത് സാധ്യമായത്? നമ്മൾ പ്രത്യേകമായി സമാന്തരമായ ഒരു സംവിധാനം ആവിഷ്കരിച്ചു. അതിൻ്റെ പേരാണ് കിഫ്ബി. കിഫ്ബിയിലൂടെ പണം എടുത്തുകൊണ്ട് ഒരു 25 വർഷത്തിനപ്പുറം കേരളത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ഈ ചുരുങ്ങിയ വർഷങ്ങളിൽ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയാണ്. ആ കിഫ്ബിയിലൂടെ ആവിഷ്കരിക്കപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ എല്ലാ മേഖലകളും നോക്കാം. ക്രമസമാധാന പാലനം കേരളം 1-ാം സ്ഥാനത്താണ്. നവജാത ശിശു മരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. മാതൃമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഇന്ന് രാവിലെ ആ പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത ഊരു മൂപ്പത്തി പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, കണ്ണ് നനഞ്ഞു പോകുന്നൊരു സന്ദർഭമായി. ഊരു മൂപ്പത്തി പറഞ്ഞൊരു കാര്യം, എൻ്റെ ജനങ്ങൾക്ക് 600 പേർക്ക് ഈ സർക്കാർ ജോലി കൊടുത്തു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ SC ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ അതിൽ ഇടപെട്ടുകൊണ്ട് 600 പേർക്ക് ജോലി കൊടുത്തു. 600 പേർക്ക് ജോലി കൊടുക്കുമ്പോൾ 600 കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുകയാണ്. ഇതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വികസന നയം, ജനക്ഷേമ നയം. ഇതാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്രത്തിന്റെ സഹായം, കേരളം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്രം അവരുടെ സഹായം നിർത്തലാക്കുന്ന, ഇല്ലാതെയാക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുകയാണ്. അതിനെന്തേലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? ഒരു കാരണവുമില്ല. കേരളത്തോടുള്ള വിരോധമാണ്. കേരളത്തോടുള്ള വിരോധം എന്ന് പറയുമ്പോൾ അത് സർക്കാരിനോടല്ല, കേരളത്തിലെ ജനങ്ങളോടുള്ള വിരോധമാണ്. അപ്പോൾ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ, ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ അവരൊരു പുതിയ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഡിസംബർ മാസം 31-നകം നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളുടെയൊക്കെ പേര് മാറ്റിയില്ലെങ്കിൽ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഈ സാമ്പത്തിക വർഷം നമുക്ക് ലഭിക്കാനുള്ള 212 കോടി രൂപ, ഈ ഡിസംബർ വരെയാണ്, അതിനുശേഷം പിന്നീടും ഉണ്ട്, 212 കോടി രൂപ തരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, എങ്ങനെയാണ് പേര് മാറ്റുന്നതെന്ന് അറിയാവോ? നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിന് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേര് കൊടുക്കണം എന്നാണ്. എന്തൊരു കടന്നുകയറ്റമാണ്! ഭാഷയിലുള്ള, നമ്മുടെ പരിചിതമായിട്ടുള്ള ഇടങ്ങളിലുള്ള, നമ്മുടെ സംസ്കാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അംഗീകരിക്കാൻ കഴിയില്ല. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു വശത്ത് ഭരണഘടനാ പദവിയിലുള്ള ഗവർണർ, ചാൻസലറായിട്ടുള്ള, സർവകലാശാലകളുടെ ചാൻസലറായിട്ടുള്ള ഗവർണർ സർവകലാശാലകളെ കലാപഭൂമിയാക്കുന്നതിന് ശ്രമിക്കുകയാണ്. മറുവശത്ത് സതീശന്റെയും സുധാകരന്റെയും കോൺഗ്രസ് കേരളത്തിലെ തെരുവുകളെ, എല്ലാ തെരുവുകളിലെ അവർക്ക് അതിനുള്ള അംഗബലമൊന്നുമില്ല, പക്ഷേ അവർ പരമാവധി, എന്തൊരു ആക്രമണമാണ്, എന്തൊരു അഴിഞ്ഞാട്ടമാണ് തിരുവനന്തപുരത്ത് ഇന്നലെ അവർ നടത്തിയത്. അപ്പോൾ ആ രീതിയിൽ കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. ഒരു വശത്തൂടെ ചിലർ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ BJPയുടെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസിന് സ്നേഹ സന്ദേശം കൊടുക്കുകയാണ്. മണിപ്പൂരിലെ നിരപരാധികളുടെ രക്തസാക്ഷിത്വത്തിൽ അവരുടെ ചോരയിൽ മുക്കിയ അക്ഷരങ്ങൾ കൊണ്ടാണ് ആ ക്രിസ്മസ് കാർഡ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധമായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിയും. കർണാടകയിലും മറ്റും ക്രിസ്മസ് കാരൽസിന് ഇറങ്ങിയ ആളുകളെ പേടിപ്പിച്ച് അവരുടെ രക്തം തെറിച്ച രക്തത്തിൽ, നമ്മുടെ പ്രഭാത സദസ്സിൽ ഒരു മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൾ എഴുന്നേറ്റ് എന്ന് ചോദിച്ചത്, എനിക്ക് മറ്റൊന്നും ചോദിക്കാനില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, ഇത് വലിയൊരു ആശയമാണ്, ഞങ്ങളെ കേൾക്കുന്ന, ജനങ്ങളെ കേൾക്കുന്ന, ഞങ്ങൾ പറയുന്നതിരുന്ന് ഒരു മുഖ്യമന്ത്രി ഇരുന്ന് കുറിച്ച് എടുക്കുകയാണ് ഓരോന്നും. അതുപോലെ മന്ത്രിമാരെല്ലാവരും അവരവരുടെ വകുപ്പുകളുടെ കാര്യങ്ങൾ വരും, അത് കുറിച്ചെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആശയം മഹത്തായ ഒരു ആശയമാണ്. ഇത് എങ്ങനെയാണ് ഈ ആശയം അങ്ങേക്ക് കിട്ടിയത് എന്നാണ് 9ാം ക്ലാസ്സുകാരിയായിട്ടുള്ളൊരു മകൾ ചോദിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കണം. വേലിക്കെട്ടുകളില്ലാതെ, വേർതിരിവുകളില്ലാതെ ജനങ്ങളുമായിട്ട് നേരിട്ട് ആശയവിനിമയം നടത്തുന്ന
മഹത്തായ ഒരു ജനാധിപത്യത്തിൻ്റെ നവ്യാനുഭവമാണ് നവകേരള സദസ്സ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ 2.5 വർഷക്കാലം നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ 2016 ശേഷം നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 2016 മുൻപുള്ള ഒരു കാലഘട്ടം എന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ? നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കാൻ നമ്മൾ മടിക്കും. എന്തുകൊണ്ടാണ്? അവിടെ അധ്യാപകരും ഇല്ല, മറ്റ് അടിസ്ഥാന സൗകര്യം ഇല്ല. അയ്യോ, സർക്കാർ സ്കൂളിൽ വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും പണം കടമെടുത്താണേലും മറ്റു സ്കൂളിൽ വിട്ടുകൊള്ളാം എന്ന് പറഞ്ഞ് സ്വകാര്യ മേഖലയിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കുന്ന സാഹചര്യം എന്തായിരുന്നു? ആശുപത്രികളുടെ അവസ്ഥ. ഞാൻ ഈ പറഞ്ഞ ശസ്ത്രക്രിയ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലാണ് നടന്നത്. 15 ലക്ഷത്തിലധികം രൂപ പുറത്താ വരുന്ന ഒരു ശസ്ത്രക്രിയ 1 രൂപ പോലും ചെലവില്ലാതെ സർക്കാർ മെഡിക്കൽ കോളേജിലാണ് നടന്നിട്ടുള്ളത്. നമ്മുടെ ആശുപത്രികളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, വാമനപുരം നിയോജക മണ്ഡലത്തിൽ തന്നെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. എല്ലായിടത്തും നമ്മൾ ലാബ് സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ഏത് പരിശോധനകളും നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടത്തത്തക്ക രീതിയിലേക്ക് ഒരു ലാബ് നെറ്റ്വർക്ക് കൂടി സംസ്ഥാനത്തുടനീളം നടക്കാൻ പോകുകയാണ്. നൂതനങ്ങളായിട്ടുള്ള ശസ്ത്രക്രിയകൾ RCCയിലും MCCയിലും ഒക്കെ റോബോട്ടിക് സർജറി നടക്കാൻ പോവുകയാണ്. യന്ത്രമനുഷ്യരെക്കുറിച്ച് അതിനുവേണ്ടി പ്രത്യേക മിഷനുകൾ ആവിഷ്കരിച്ചു. ലൈഫ് പദ്ധതി നമ്മുടെ വലിയൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. എന്താണത്? വീടില്ലാത്തവർക്ക് വീട് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. 3.5 ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചു നൽകി. ഈ വർഷം നമ്മൾ ലക്ഷ്യം വെച്ചത് ഏതാണ്ട് 70,000-ൽ-അധികം വീടുകളാണ്. പക്ഷേ കരാർ വെച്ചത് 1,41,000 വീടുകൾക്ക് കൂടി കരാർ വെച്ചുകൊണ്ട് ഈ വർഷം കൂടി പൂർത്തിയാകുമ്പോൾ 5 ലക്ഷത്തോളം വീടുകൾ ലൈഫിലൂടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. ഇതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചിട്ടുള്ളത് എന്നത് കൂടി നാം ആലോചിച്ചു നോക്കണം. അതുമാത്രമല്ല, കേന്ദ്രം എന്താണ് ചെയ്തത്? ലൈഫ് മിഷനിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം വയ്ക്കുന്ന സംസ്ഥാനം, പണം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. നമുക്ക് 4 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ട്രൈബൽ മേഖലയിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് 6 ലക്ഷം രൂപ നൽകുന്നുണ്ട്. 4 ലക്ഷം രൂപ റൂറൽ മേഖലയിൽ നമ്മൾ നൽകുമ്പോൾ 72,000 രൂപ കേന്ദ്രം നൽകുന്നു. ഇപ്പം ആ പണം നിഷേധിച്ചിരിക്കുക. എന്താണെന്നറിയാമോ? അങ്ങനെ 72,000 രൂപ അവർ തന്നത്, അതും വളരെ കുറച്ച് വീടുകൾക്കേ ഉള്ളൂ. അവിടെ പ്രധാനമന്ത്രിയുടെ പടം വെക്കണം. പ്രധാനമന്ത്രിയുടെ പടം മാത്രമല്ല, പ്രോജക്റ്റിൻ്റെ പേരും മറ്റു വിവരങ്ങളും വെക്കണം. നമ്മൾ പറഞ്ഞു നമ്മളുടെ ലൈഫ് മിഷന് പേര് വെക്കുന്നില്ല, സർക്കാർ പണം കൊടുത്തെന്ന് വെക്കുന്നില്ല, 4 ലക്ഷം രൂപ കൊടുത്തു എന്ന് വെക്കുന്നില്ല. അതൊരു വ്യക്തിയുടെ സന്തോഷമാണ്. ഒരു വ്യക്തി ആത്മാഭിമാനത്തോടെ ആ വ്യക്തിയും ആ കുടുംബം അവിടെ കഴിഞ്ഞുകൊള്ളട്ടെ. എന്തിനാണ് സ്ഥിരമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ അവിടെ ആവശ്യമില്ല. വ്യക്തിയുടെ ആത്മാഭിമാനത്തെ 72,000 രൂപയ്ക്ക് മുന്നിൽ അടിയറ വയ്ക്കാൻ കേരളം ഒരുക്കമല്ല എന്ന് കേന്ദ്രത്തെ അറിയിച്ചു. കേന്ദ്രം നമ്മോട് ഇതിന് അനുവാദം നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളുടെ പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അതിനിടെയാണ് ഈ നവകേരള സദസ്സ്. അതിൻ്റെ തുടക്കം മുതൽ കണ്ണൂരങ്ങ് കല്യാശ്ശേരിയിലാണ് ബസ്സിൻ്റെ മുന്നിലേക്ക് ആളുകൾ ചാടി വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് കരിങ്കൊടി കാണിക്കൽ ഓടി വന്ന് ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി വീഴുകയാണ്. എന്തിനാണത്? അത് ഈ ബസ് ഇടിച്ചു എന്ന് വരുത്തി തീർക്കാനാണ്. നവകേരള യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഈ ബസ്സിനെ സംബന്ധിച്ച് ഒട്ടേറെ അധിക്ഷേപങ്ങൾ ഉന്നയിക്കാൻ നോക്കി. യാത്രയെ സംബന്ധിച്ച് അധിക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ബസ്സിൽ തുടങ്ങി ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ഒട്ടേറെ ആക്ഷേപങ്ങൾ, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കാനായിട്ട് തുടങ്ങി. എന്തായിരുന്നു അവരെ അതിന് പ്രേരിപ്പിച്ച ചേതോവികാരം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നുകൊണ്ട്, കേന്ദ്രം ഭരിക്കുന്ന BJPക്കൊപ്പം ചേർന്നുകൊണ്ട് ഇത്രയും അധികം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സർക്കാരിനെ മനഃപൂർവ്വം കരിവാരി തേക്കുന്നതിന് വേണ്ടി, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളിൽ എത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പണിയെടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പണി ചെയ്യുന്ന ചില മാധ്യമങ്ങൾ ഇവിടെയുണ്ട്. അതായത് സത്യം മൂടി വയ്ക്കപ്പെടുകയാണ്. ഇന്ന് മലയാളത്തിലെ മാധ്യമങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. മുഖ്യധാര മാധ്യമങ്ങളൊന്നും കൊടുക്കാത്ത ഒരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലുണ്ട്. വല്ലപ്പോഴും അതുപോലെയുള്ള ചില 1-2 പത്രങ്ങളിലാണ് ചില വാർത്തകളൊക്കെ ശരിയായിട്ടുള്ളത് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ഒരു വാർത്ത എന്താണെന്നറിയാമോ? രാജ്യത്ത് CIAയും അതോടൊപ്പം തന്നെ AICTAയും ഇവർ 2 പേരും ചേർന്ന് നടത്തിയ ഒരു സർവേയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, അവർക്ക് താല്പര്യമുള്ള സംസ്ഥാനം ഏതാണെന്നറിയാമോ? നമ്മുടെ കേരളമാണ് രാജ്യത്ത് 1-ാം സ്ഥാനത്ത്.
അതായത് ആളുകൾക്ക് തൊഴിലെടുക്കാൻ, വന്ന് താമസിക്കുവാൻ, ജോലി ചെയ്യുവാൻ താല്പര്യമുള്ള സംസ്ഥാനം കേരളം. അതും തിരുവനന്തപുരത്തിന് അഭിമാനിക്കാം. 2 സ്ഥലങ്ങൾ, കൊച്ചിയും തിരുവനന്തപുരവുമാണ് ആളുകൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്.